ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പതിവ് പോലെ രാവിലത്തെ അലാറം അടിഞ്ഞു. അങ്ങനെ 5:30 എണീറ്റു. അങ്ങനെ എണീറ്റ് എനിക്ക് എല്ലായിടത്തും ലൈറ്റ് ഇട്ട് വെക്കണം ഫസ്റ്റ് തന്നെ. അങ്ങനെ എൻ്റെ കാര്യങ്ങളും കഴിഞ്ഞ് എൻ്റെ മോന് മദ്രസ ഉണ്ടല്ലോ, അപ്പോൾ അവനെ മദ്രസയിലയക്കാൻ വേണ്ടി വിളിക്കണം. അപ്പോൾ വിളിക്കുന്നതിന് മുന്നേ ആദ്യം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിസ്കരിച്ച് ചായയും വെച്ച് അവിടെ മേശമാക്കി വെക്കും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഞാൻ അവനെ വിളിക്കൽ. അങ്ങനെ ഓനെ വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പ്രാവശ്യം പോയാലൊന്നും ഓനെ എണീക്കില്ല. 2-3 പ്രാവശ്യം ഓൻ്റെ അടുത്ത് പോയി എണീക്ക് ഇങ്ങനെ തോണ്ടി ഓനെ വിളിപ്പിച്ച് അങ്ങനെ ഒരു വിധത്തിൽ ഓനെ 2-3-4 പ്രാവശ്യം വിളിച്ച് എണീച്ച്. ഓന് വേഗമൊന്നും എണീക്കേയില്ല. എന്താ പറയട്ടെ, പിള്ളേർ രാവിലെ കുറച്ച് മടി തന്നെ. അങ്ങനെ ഓനെ 2 പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ പോയി ചായ വെക്കാൻ വേണ്ടി. ചായ വെച്ചിട്ട് വരുമ്പോൾ ഓൻ എണീച്ച് പല്ല് തേക്കുന്നുണ്ട്. അങ്ങനെ പല്ലും തേച്ച് ഫ്രഷായി ഓന് ചായയും വെള്ളവും എല്ലാം കൊടുത്ത് അങ്ങനെ വണ്ടി വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. രാവിലെ 6 മണിക്ക് ഒരു ട്രിപ്പ് വന്നിട്ട് പോകും. അങ്ങനെ 2ാമത്തെ ട്രിപ്പിലാണ് ഇവൻ പോകുന്നത്. പോയി വന്നിട്ട് വീഡിയോ എടുക്കാം. ബൈ. അങ്ങനെ ഓന് വണ്ടി കാത്തിക്കുന്ന 6:20 ഇവരെ വണ്ടി വരുത്ത്, 2ാമത്തെ ട്രിപ്പിൻ്റെ വണ്ടി. അങ്ങനെ വണ്ടി വന്ന് 6:20 വന്നു. അങ്ങനെ അവൻ പോയി. പിന്നെ ഇവർ മദ്രസ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്നാ കത്തലാക്കൽ. അപ്പോൾ കത്തലാക്കാൻ വേണ്ടി ഞാൻ പോയി. പിന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ പോലും സമയം കിട്ടൂലല്ലോ. അങ്ങനെ ഞാൻ വേഗം മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ഐസ് കെട്ട പോകാൻ വേണ്ടി മീൻ വെള്ളത്തിലിട്ട് വെച്ച് അങ്ങനെ മീൻ കറിയും പുട്ടും ആക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ വേഗം എളുപ്പമായല്ലോ. അങ്ങനെ എന്താ ചെയ്യുക, വേഗം തേങ്ങക്കറി വെക്കാമെന്ന് വിചാരിച്ചു. മുളക് കറി ഇവിടെ ആർക്കും അങ്ങനെ പറ്റുന്നില്ല. ഒന്നാമത് എനക്കും തീരെ പറ്റൂല, വയറുവേദന വരും. അതുകൊണ്ട് മുളക് കറി കൂട്ടൽ ഒഴിവാക്കിന്. അങ്ങനെ കടുവും എല്ലാം പൊട്ടിച്ച് ഇഞ്ചി പേസ്റ്റും എല്ലാം ഇട്ട് ഒരു പാത്രമിട്ട് അങ്ങനെ പുട്ട് കുഴച്ചിട്ട് പുട്ടിൻ്റെ പാത്രത്തിൽ തന്നെ പുട്ടും കുറ്റിയിലേക്ക് ഇടില്ല, സമയം ഒരുപാട് പോവും. ഇതാകുമ്പോൾ എല്ലാം കുഴച്ചിട്ട് ഒരു ട്രിപ്പ് തന്നെ എല്ലാം ആയില്ലേ. അങ്ങനെ അതൊരു വാത്തിയും കറി ഒരു വാത്തിയും. അങ്ങനെ തേങ്ങ അരച്ച് ഒഴിക്കാൻ വേണ്ടി ഞാൻ വന്ന് അങ്ങനെ തേങ്ങ അരച്ച് ഒഴിച്ച് മീൻ കറി സെറ്റാക്കി അവിടെ വെച്ച് മദ്രസ വന്നു ഭക്ഷണം കഴിക്കുകയാണ്. നിങ്ങളെല്ലാവരും പുട്ട മീൻകറി ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ തിന്നോണ്ടിരിക്കും പുട്ട്. ബൈ ബൈ. ഹലോ ഗൈസ്, ഞാൻ സ്കൂളിൽ പോവുകയാണ്. നിങ്ങളാരും കണ്ടിട്ടായിരിക്കും നീ എന്താ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. അതായത് എൻ്റെ യൂണിഫോം എനിക്ക് കണക്കാവുന്നില്ല. പിന്നെ ആണെങ്കിൽ ഡേറ്റുമായി കുറച്ച് തടി വെച്ച്. ഗൈസ് ഞാനിപ്പോൾ സ്കൂളിൽ പോകുകയാണ്. എൻ്റെ വണ്ടി പോയി, ഞാൻ റെഡി ആയിട്ടില്ല. അന്നേരം എൻ്റെ വണ്ടി പോയി. ഇപ്പോൾ എൻ്റെ ഉമ്മ കൊണ്ടാക്കുകയാണ്. അന്നേരം കൊണ്ടാക്കിയ ശേഷം കാണാം. ഞാനിപ്പോൾ വണ്ടിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഓന് സ്കൂളിൽ പോകുന്ന ഓൻ്റെ വണ്ടിയാണെങ്കിൽ ഓന് റെഡി ആയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടാക്കാം. എന്നിട്ട് അങ്ങനെ ഞാൻ കൊണ്ടാക്കണം ഓനെ. ഇപ്പം അങ്ങനെ എൻ്റെ പണിയെല്ലാം പാതി കിട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ വേഗം പറത്തി ഇട്ടിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോയി. കാരണം അത് വേഗം കൊണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നമ്മളെ പണി തുടങ്ങണ്ടേ പയ്യ വന്നിട്ട്. അങ്ങനെ ഒരു 9:30 കഴിഞ്ഞ പിന്നെ ഞാൻ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടി പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ, ഓൻ്റെ സ്കൂളിലേക്ക് ഞാനൊന്ന് വീഡിയോ എടുത്തിക്കണം, പിള്ളേരെല്ലാം ഒന്ന് വീഡിയോ എടുക്കണമെന്ന് പറയുന്നുണ്ടായിന്. അങ്ങനെ സ്കൂളിലേക്ക് പോന്നു. പറ്റുമെങ്കിൽ എടുക്കാം സ്കൂളിൽ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ബൈ ഗൈസ്, ഇനി സ്കൂളിൽ പോയി വരുമ്പം കാണാം കേട്ടോ ഗൈസ്. ബൈ ബൈ.
സ്കൂളിലേക്ക് എത്തി. ഇതാണ് അവൻ്റെ സ്കൂൾ, സെൻറ്റ് പോൾസ് IUP സ്കൂൾ. ഇങ്ങനെ സ്കൂളിലെത്തി. അവൻ്റെ ക്ലാസ് 2ാമത്തെ നിലയിലാണ്, പിന്നെ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അങ്ങനെ അങ്ങനെ വേഗം വന്നു. ഞാൻ എൻ്റെ പണിയിലേക്ക് വീണു. പിന്നെ ബാക്കിയുള്ള പണിയെല്ലാം ഉണ്ട്, എത്ര പാത്രമെല്ലാം കഴുകാനുണ്ട്, എല്ലാം അവിടെ വെച്ചിട്ട് പോയതാണ്. അങ്ങനെ എല്ലാം വന്ന് എല്ലാം ക്ലീനാക്കി. അലക്കാനുണ്ട്, അലക്കാനുള്ളത് അതും വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട്. പാത്രം കഴുകലാണല്ലോ ഏറ്റവും എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ട്. അത് വേഗമൊന്നും ആർക്കും ചെയ്ത് തീർക്കാൻ കഴിയില്ല. അതന്നെ ഒരുപാടുണ്ടാവും പാത്രം കഴുകാൻ. ഇത് ചെയ്താൽ തന്നെ എത്രയോ സമാധാനമായി. അത് തന്നെ അവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്വസ്ഥത കിട്ടില്ലല്ലോ. പാത്രം ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ അലക്കാൻ അങ്ങനെ കുറച്ച് പണിയെല്ലാം കഴിഞ്ഞിട്ടൊന്ന് അപ്പുറം ഇരിക്കാൻ നോക്കുമ്പോൾ ഇതാ 2 കുരുത്തം കെട്ടത് എൻ്റെ 2 മക്കൾ. അത് രണ്ടാളും എന്തിനോ വാശി പിടിക്കുന്നു. ഒരാളെ കയ്യിൽ നിന്ന് പൊടിച്ചേറ്റിട്ട് ഓടുമ്പോൾ ഒരാൾ വേക്കിലോടും. ഇതന്നെയാണ് പണിയിടുന്നത്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തല്ല. എൻ്റെ മോനാൻ നല്ലോണം ചെയ്യും. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് 2 എണ്ണത്തിന് ആ സ്കൂട്ടറുമ്പോൾ കയറ്റിയിട്ട് അവിടെ ഇരുത്തി. എന്നിട്ട് കഥ ഒരു മീൻ മേടിച്ചിട്ട് വന്ന് പോ. മീൻ മേടിച്ചിട്ട് വന്ന് ഫിഷ് മീൻ മേടിച്ചിട്ടോ, ഫിഷ് മേടിച്ചിട്ടോ. സ്കൂട്ടർ എടുക്കേ, നടന്നിട്ടാ പോന്നേ. അങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾക്ക് എന്തെങ്കിലും ചെറുങ്ങനെ കടിയാക്കാന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴും ആക്കലില്ല, എപ്പെങ്കിലും ആക്കും. അങ്ങനെ ഇന്ന് കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഇറച്ചിയുടെ ആക്കാന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇല്ല. അപ്പോൾ മറ്റേ പൊരിക്കും. ഞാൻ സ്കൂളിൽ പോയി വന്നപ്പം എൻ്റെ സൂപ്പർ അടിച്ചടാ. സൂപ്പർ അരച്ചട അല്ലേ ഇന്ന് പറഞ്ഞേ. സൂപ്പർ